കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കോട്ടപ്പടി പഞ്ചായത്തിലെ വനാതിർത്തി പ്രദേശങ്ങളിൽ വിലസുന്ന കാട്ടാനയെ പിടികൂടി നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമായി. കർഷകരുടെ ജീവനും സ്വത്തിനും വൻ ഭീഷണിയായതിനെ തുടർന്ന് ജനങ്ങളുടെ രോഷം തണുപ്പിക്കാൻ വനപാലകർ സ്ഥലത്തെത്തി വിവരശേഖരണം നടത്തി. കണ്ണക്കട, കുർബാനപ്പാറ, കൈതപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കാട്ടാന തമ്പടിക്കുന്നത്. പകൽ സമയത്ത് പോലും ആന ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും കടന്നുകയറി വൻ നാശനഷ്ടമാണ് വരുത്തുന്നത്. വൻതോതിൽ കാർഷിക വിളകൾ നശിപ്പിക്കുന്നുണ്ട്. ആദ്യം രോഗബാധിതനായി കാണപ്പെട്ട ആന 10 ദിവസത്തിലേറെയായി വനാതിർത്തിയിലുള്ളവരുടെ ഉറക്കം കെടുത്തുകയാണ്. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി പ്രദേശത്തു നിന്ന് നീക്കണമെന്ന ആവശ്യം നാട്ടുകാർ ആദ്യം മുതൽ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അധികൃതർ അവഗണിക്കുകയായിരുന്നു. ജനപ്രതിനിധികൾ അധികൃതർക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് കോടനാട് റേഞ്ച് ഓഫീസർ ആർ അധീഷ് വെള്ളിയാഴ്ച സ്ഥലത്തെത്തി വിവരശേഖരണം നടത്തിയത്. ആന മൂലമുള്ള പ്രശ്നങ്ങൾ നാട്ടുകാർ റേഞ്ച് ഓഫീസറെ ബോധ്യപ്പെടുത്തുകയും അധികൃതരുടെ അനാസ്ഥയിൽ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. അക്രമാസക്തനായ ആനയെ പിടികൂടി നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കി. ഈ പണ്ടാരവാഴ പാട്ടം പട്ടയം ഉള്ളവർക്കുടെ ഭൂമി ഏറ്റെടുക്കാന്ന് പറഞ്ഞുള്ള വിധി എവിടെ വന്നേ? ഞാൻ വിധി വന്നതായിട്ടല്ലോ, അയാൾ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ വിധി വന്നിട്ടില്ല. അപ്പൊ വിധി വന്നിട്ടില്ലാത്തൊരു കാര്യം ഇവിടെ പറയാനല്ലോ. ഇപ്പൊ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ ഓഫീസിലായാലും ഇരിപ്പുണ്ട്, എനിക്ക് അനുകൂലമായി വിധി വന്നു എന്നും പറഞ്ഞു. ഇല്ല, ആ വിധി വന്നു. അത് കണ്ടം അത് ഇവിടെ നിങ്ങളെ പറ്റില്ല. ഇല്ല, അത് കോടതിയിലെ ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ്. വാവേലിയാണോ പാണിയിലാണോ എന്നല്ല, ഈ 11 ദിവസത്തിനിടെ ഈ കുർബാനപ്പാറ നടന്ന അനിഷ്ട സംഭവങ്ങൾ എത്ര ദിവസം മേക്കപ്പാലെന്ന് സാറുമാർ വന്നു എന്നും ഞങ്ങൾക്കറിയാം, ആരോടും പറയണ്ട. പ്രശ്നക്കാരനായ ആനയെ നീക്കം ചെയ്യണമെന്ന ആവശ്യത്തോട് റേഞ്ച് ഓഫീസറും ഒപ്പമുണ്ടായിരുന്ന മറ്റ് ഉദ്യോഗസ്ഥരും അനുകൂലിച്ചു. നടപടിയെടുക്കേണ്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉടനടി റിപ്പോർട്ട് നൽകുമെന്ന് റേഞ്ച് ഓഫീസർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. അതുവരെ രാത്രിയും പകലും പ്രദേശത്ത് വനപാലകരെ നിരീക്ഷണത്തിനായി നിയോഗിക്കും. നാട്ടുകാർ ഉന്നയിച്ച മറ്റ് പ്രശ്നങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കുമെന്ന് കോടനാട് റേഞ്ച് ഓഫീസർ ആർ അധീഷ് പറഞ്ഞു. ഈ ഒരു 2 ദിവസം നമ്മൾ ഇവിടുന്ന് ഭയപ്പെടുത്തി, അത് ചില പ്രത്യേക മാർഗങ്ങളിൽ ഓടിപ്പിക്കാനുള്ള ഒരു ശ്രമം. അതേസമയം തന്നെ ഞങ്ങൾ ഇന്ന് തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിലേക്ക് ഇതിന് ക്യാപ്ചർ ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകണം എന്നുള്ള റിപ്പോർട്ട് ഇന്ന് തന്നെ കൊടുക്കുക. തിരുവനന്തപുരത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി പോയിട്ടുണ്ട്. ആ പരാതിയുടെ ഇവിടുന്ന് പോയതാണ് അതിൻ്റെ ഒരു എൻക്വയറി നടക്കുന്നത്. ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുവന്ന റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് വന്ന് കണ്ട്, ഞാനിപ്പോൾ വെറ്റിനറി സർജൻ ഉണ്ട് കോടനാട് നമ്മുടെ അഭയാരണ്യത്തിൽ, അതുപോലെ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു കൺസർവേഷൻ ബയോളജിസ്റ്റ് ഉണ്ട്. ഇവരെല്ലാവരും കൂട്ടി സ്റ്റാഫിനെയും കൂട്ടി വന്ന് കൊടുക്കുന്ന റിപ്പോർട്ടല്ല, ഞാൻ അവിടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന റിപ്പോർട്ടിന് യാതൊരു ഇതുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് തന്നെ റിപ്പോർട്ട് ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ ഒരു അടിയന്തരമായിട്ട് ക്യാപ്ചർ ചെയ്ത് മാറ്റണം എന്നുള്ള റിപ്പോർട്ട് എടുക്കും. പക്ഷേ നോർമലി അത് അധികാരം ഉള്ളത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡാണ്. റേഞ്ചർക്കോ DFO ഒന്നും അതിൻ്റെ ആ ഒരു റോളില്ല. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് ഇന്ന് തന്നെ കൊടുക്കും. അതിന് ജനപ്രതിനിധികളടക്കം കുറച്ച് മുൻകൈ എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ ഓർഡർ വരും. അതിനെ ക്യാപ്ചർ ചെയ്ത് നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റും. ആ ഒരു 2 ദിവസം 2-3 ദിവസം സമയം, ഒരു കാലം 2-3 നമുക്ക് ഉറപ്പ് പറയാൻ എത്ര ദിവസം എന്നുള്ള ആ ദിവസം പകല് 5 പേര്, രാത്രി 5 പേര്, രാത്രി ഒരു വാഹനം അടക്കം. അതുപോലെ ഏത് സമയത്തും കോൺടാക്ട് നമ്പറിന്റെ പ്രശ്നം പറഞ്ഞു. അപ്പോൾ ഡെപ്യൂട്ടി റേഞ്ചറുടെയും ഫോറസ്റ്റുടെയും RRTയുടെ ഒക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ഏത് സമയത്തും വിളിക്കുക. 24 മണിക്കൂറും ആണ്. അക്രമകാരിയായി ആന നിൽക്കുന്ന സ്ഥലം വനപാലകർ കണ്ടെത്തിയിരുന്നു. ആരോഗ്യം വീണ്ടെടുത്തതായാണ് സംഘത്തിലുണ്ടായിരുന്ന വെറ്റിനറി ഡോക്ടറുടെ വിലയിരുത്തൽ. കുർബാനപ്പാറയിൽ താമസിക്കുന്ന കുമാരന്റെ കമുക്, വാഴ, തെങ്ങ്, കൊക്കോ, പച്ചക്കറി കൃഷി, മത്സ്യകൃഷി, ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവ മുഴുവനും തിന്നും ചവിട്ടി മെതിച്ചും കാട്ടാന നശിപ്പിച്ചിരിക്കുകയാണ്. കൃഷിനാശം സംഭവിച്ചവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും കൃഷിയുടമ കുമാരനും പൊതുപ്രവർത്തകൻ ജുവൽ ജൂഡിയും പറഞ്ഞു. നമ്മുടെ ഇവിടെ പ്രധാന പ്രശ്നം ഈ ആന ഈ ജനവാസ മേഖല വിട്ടു പോകുന്നില്ല. കഴിഞ്ഞ രാത്രികളിലെല്ലാം കോഴിക്കൂട്, പട്ടിക്കൂട് ഉൾപ്പെടെ വീടിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലും അടയ്ക്കാമരം, അതായത് കവുങ്ങ്, മറ്റ് കൃഷി സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഈ ആന ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ഓടിച്ചു തുടങ്ങി. ഇപ്പൊ ഫോറസ്റ്റുകാർ തന്നെ ഇതിനെ പരിശോധിക്കാൻ വന്നപ്പോൾ ഫോറസ്റ്റുകാരെ വരെ ഈ ആന ഓടിച്ചു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയ്ക്ക് പ്രശ്നക്കാരനായ ഈ ഒരു പിടിയാനനെ നമ്മൾ ഈ ജനവാസ മേഖലയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റിത്തരണം എന്നുള്ള ആവശ്യമായിട്ടാണ് ജനങ്ങൾ ഇവിടെ നിന്ന് കൂടിയിട്ടുള്ളത്. ഞാൻ ഇത്രയും അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ ഈ 100ഓളം അടയ്ക്കാമരം ഇതിനകത്ത് ആനകൾക്ക് കാച്ചടയ്ക്കാനാണ് കളഞ്ഞത്. എൻ്റെ ജീവിതം മാർഗ്ഗമാണ് ഇതിനകത്ത്. ആന കയറി വെയിൽ കളഞ്ഞുകൊണ്ട് എൻ്റെ കൊക്കക്കായ ഉണ്ടായിരുന്നു പോയി. ഞാൻ ഇതുകൊണ്ടാണ് ഞാനും രോഗിയായ ഒരു ഭാര്യ ഉണ്ടിരിക്കുക. അതുകൊണ്ടാണ് ജീവിക്കുന്നത്. രാത്രിയും പകലും കിട്ടുന്നത് കഷ്ടപ്പെട്ട അതേ സാധനം. ഇതിന് അറിയാമായൊരു നഷ്ടപരിഹാരം എത്രയും നിന്ന് കിട്ടണ്ടേ? അതുവരേക്ക് ഇപ്പോൾ ഇവരോട് പറയുമ്പോൾ ഇവർ അയക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ന് നടപടി ഇതിനകത്ത് സ്വീകരിക്കാൻ പറ്റും? ഇനി ഞങ്ങൾ ഇതിനകത്ത് ഇറക്കി വിട്ടോട്ടെ. ഇത് പട്ടേല ഭൂമിയാണ്, ഞങ്ങൾ കരം തീർക്കുന്ന ഭൂമിയാണ്.
ഈ കടന്നു ഇറങ്ങുന്ന ഭൂമിയിൽ ഈ കാശും ഈ ഉള്ള കാശും തന്നെ ഞങ്ങൾ ഇറക്കി വിട്ടാൽ ഞങ്ങൾ കടന്നു പോകും. എവിടെയെങ്കിലും ഇതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയുടെ ഒരു പ്രയോജനം നമുക്ക് വേറെ കിട്ടില്ല. പുറത്തു പോയാലും നമുക്ക് മരിക്കുന്നവർ ജീവിക്കാലോ. ഈ കൃഷിയിടത്തിലെ വരുമാനമാണ് രോഗിയും കാഴ്ചപരിമിതിയുമുള്ള കുമാരന്റെ കുടുംബത്തിന്റെ ജീവിതമാർഗം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കഴിഞ്ഞ 34 വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു. 3000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 925 ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം 18 ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ.